നമസ്കാരം. റേക്കിൽ കൂടി നമുക്ക് നെഗറ്റീവ്സിനൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു കുട്ടി വല്ലാതെ കരയാണ്, കാരണങ്ങളിൽ കരയാണ്, അതുപോലെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നമുക്ക് ഒരു തിക്കുമുട്ടുമാരി ഒരു ബുദ്ധിമുട്ടുമായി തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നർത്ഥം. ഈ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്ത് കളയാനായിട്ട് കല്ലുപ്പിന് നന്നായിട്ട് സാധിക്കും. ഇപ്പം നമ്മളൊരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പിരിമുറുക്കോ മാനസിക ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ തന്നെ കുറച്ച് കല്ലുപ്പെടുത്ത് കൈ കഴുകുക. കല്ലുപ്പ് കൊണ്ട് കൈ കഴുകിയാൽ വളരെ നന്നായിരിക്കും. കല്ലുപ്പിട്ട് കുളിക്കുക. കല്ലുപ്പ് ഗ്ലാസ് ബൗളിൽ നമ്മുടെ റൂമുകളിലും എല്ലാം വെച്ച് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനകം ആ കല്ലുപ്പ് അലിയുകയാണെങ്കിൽ ആ റൂമിൽ നെഗറ്റീവ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നല്ല കുന്തിരിക്കവും ജടാമാഞ്ചി കുന്തിരിക്കം ഇതൊക്കെ ഇട്ട് കർപ്പൂരമൊക്കെ ഇട്ട് പുകയ്ക്കുക. പുകച്ചു കഴിയുമ്പോൾ അവിടെ നെഗറ്റീവ് ശക്തി മാറിപ്പോകുന്നതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ്സ് മാറും. കുട്ടികൾക്ക് പഠിക്കാൻ അലസതയാണെങ്കിൽ കുട്ടികൾക്ക് ഇത്തിരി കല്ലുപ്പ് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കുറച്ച് കല്ലുപ്പിട്ട് അതിനകത്ത് കാല് വെച്ചിരിക്കാൻ പറയുക പഠിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് ആ നെഗറ്റീവ് ഒരു 2 മിനിറ്റൊക്കെ ഇരിക്കാം കേട്ടോ, അല്ലെങ്കിൽ 1 മിനിറ്റ് ഇരിക്കാം. അത് കഴിഞ്ഞാൽ അതെടുത്ത് നമ്മൾ കിച്ചൺ സിങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിലേക്ക് വന്നിരിക്കുന്ന ആവാഹിച്ച് വന്നിരിക്കുന്ന ആ നെഗറ്റീവ് ശക്തി മാറിപ്പോകുന്നതാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നു, അപ്പോൾ കണ്ണ് ദൃഷ്ടി എന്നൊക്കെ പറയാൽ മനുഷ്യർക്ക് തോന്നുമല്ലോ, അതൊക്കെ മാറാനായിട്ടും കല്ലുപ്പ് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. പുതിയ വസ്ത്രങ്ങൾ, പുതിയ ആഭരണങ്ങൾ, പുതിയ സാധനങ്ങൾ, വസ്തുക്കളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അത് ധരിക്കരുത്. ഇപ്പോൾ ചിലവർ പറയാം എനിക്ക് ഈ സാരി ഉടുത്താൽ കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ചൂട്ടിട്ടാൽ കൊള്ളില്ല എന്നൊക്കെ പറയുക. അത് എന്ത് ചെയ്യണം, എപ്പോഴും വന്നുകൊണ്ട് ഭഗവാന് സമർപ്പിച്ചത്, ഭഗവാനോട് നന്ദി പറഞ്ഞ് ഭഗവാനിൽ സമർപ്പിച്ച ശേഷം അതിന് കല്ലുപ്പ് കൊണ്ട് ഒഴിഞ്ഞ് പുറത്തേക്ക് കളയുക. അപ്പോൾ ആ വന്നിരിക്കുന്ന പലരും ആഗ്രഹിച്ചതായിരിക്കാം ആ നെഗറ്റീവ് ശക്തി അതിൽ നിന്നും വിട്ടുപോകുന്നതാണ്.